ഹലോ ഗൈസ്, ഈ വീഡിയോയുടെ തുടക്കം മുതൽ നിങ്ങൾ അവസാനം വരെ കാണുക. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റോറി മനസ്സിലാവും. ഇതൊരു കാർ സ്റ്റിക്ക് ചെയ്ത് നമ്മളെ ലെസ്റ്ററിലേക്ക് കൊടുക്കുന്നത്. അപ്പോൾ ലെസ്റ്റർ നമുക്കൊരു കാർ തരും. ഹായ് ഹലോ ഗൈസ്, ഇന്നെന്ന് പറഞ്ഞാൽ നമ്മളാണെങ്കിൽ ചുമ്മാ ഒരു മോർണിംഗ് വാക്ക് ചെയ്ത് ആരാണെങ്കിൽ വിളിക്കുന്നത്. ഇപ്പോൾ നടക്കുമല്ലേ, ഞാൻ മോർണിംഗ് വാക്കിന് ചെയ്യുക. അപ്പോൾ നീ നടക്കുന്ന ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ ഒരു സൂപ്പർ കാറോ എന്താണ് കിടപ്പുണ്ടോ, റേസിംഗ് കാറോ. നീ എനിക്ക് അടിച്ചുകൊണ്ട് തരുമോ? ആടാ, അടിച്ചിട്ട് തരാം. നീ എനിക്ക് എന്തോ വരും? അതിന് പകരം അതിൻ്റെ തന്നെ മോഡലൊരു വൈറ്റ് കളർ നിനക്ക് ഞാൻ തരാം. നീ എനിക്കൊരു ജെറ്റ് പാക്ക് കൊണ്ടിട്. അങ്ങനെ ഇവൻ പറഞ്ഞ ഏതോ ഒരു ബിൽഡിങ്ങിൻ്റെ മേളിൽ എന്തോ ഒരു സൂപ്പർ കാറോ കുന്തോ എന്നാണ്ട് ഇരിപ്പുണ്ട്. അടിച്ചു കൊണ്ട് കൊടുത്താൽ നമുക്ക് മറ്റേ അതിൻ്റെ മോഡലൊക്കെ. ഇത് എന്ത് അതിനകത്ത് രണ്ടെണ്ണത്തിന് എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ചുമ അത്ര രസമില്ല. ഇത് സേഫ്റ്റി ഒക്കെ ഉണ്ട്. എനിക്ക് സേഫ്റ്റി വളരെ ഇഷ്ടമല്ല. നമുക്കിത് കയറാം. സൂപ്പർ ജെറ്റ് പാക്കാണ്. മറ്റേതാണെങ്കിൽ മറ്റേ നോർമൽ കേസ്. അങ്ങനെ നമ്മൾ സൂപ്പർ ജെറ്റ് പാക്ക് എടുത്ത് പറക്കുവാണ് കേട്ടോ. നമുക്ക് ഈ ലോകത്തുള്ള ഏറ്റവും വലിയത് നാളെ മേസിലാണ്. അങ്ങ് നമുക്ക് നോക്കാം. ഇച്ചിരി പൊക്കി നമുക്ക് ഈ ബിൽഡിങ്ങിനെ മേടിച്ച് അവിടെ കണ്ടു ആർമി ഹെലികോപ്റ്റർ. അപ്പോൾ അവിടെ എന്തെങ്കിലും കാണും കഴിച്ച്. നമുക്ക് ഈ ബിൽഡിങ് എല്ലാം ഒന്ന് അരിച്ച് പറക്കിയിട്ട് കിട്ടിയില്ലെങ്കിൽ ലെസ്റ്ററിൻ്റെ ഒരു ഗണ്ണെടുത്തങ്ങ് പൂശോരെ. നമുക്ക് ഈ ജെറ്റ് പാക്ക് താഴോട്ടങ്ങ് ഇറക്കാം. പകുതിയും കൂടെ ഇറക്കിയാൽ മതി. ഇങ്ങോട്ട് ഇറങ്ങണം ഫ്രാങ്ക്. ഇവിടെ ഫുള്ള് നമുക്ക് അരിച്ച് പറക്കില്ല അവനെയായിട്ട് പൂശും. നമ്മൾ ഈ ബിൽഡിങ് എല്ലാം ഈ ജെറ്റ് പാക്ക് കറങ്ങി നോക്കി. എന്നിട്ട് അവൾ ആകെയുള്ള ഈ ബ്രിഡ്ജിന് വേണ്ടി മാത്രമാണ് നോക്കാൻ. നമുക്ക് ഈ ബ്രിഡ്ജിന് വേണ്ടി ഇവിടെ കൊണ്ടിട്ടിട്ട് ഫ്രാങ്ക്ലിൻ ബട്ടൺ നമ്മൾ നേരെ ആകാശത്തൂടെ പറഞ്ഞ് ഇവിടെ തന്നെ ലാൻഡ് ചെയ്ത്. ഇപ്പം നമ്മളിത് കാണുന്നത് നമ്മുടെ ഫ്രാങ്ക്ലിൻ ബട്ടൺ. നമുക്കിപ്പോൾ ഓം നമ ശിവായ ചൊല്ലിയിട്ട് അങ്ങോട്ട് ഇറങ്ങാം. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓ മൈ ഗോഡ്, പ്ലീസ് ഹെൽപ്പ് മീ ഗൈസ്. ഇടയ്ക്ക് വെച്ചാണെങ്കിൽ ഭയങ്കര കട്ട സ്പീഡ് വന്നിട്ട് വിളിങ്ങനെ ഒറ്റടി സീൻ. നൈസ് മറ്റേ അതില്ലേ ലാൻഡിങ് ബ്രോ. ഫ്രാങ്ക്ലിൻ ലാൻഡിങ്ങറായി പോയില്ലേ ഗൈസ്. ഓ ലമ്മച്ചി ഒന്ന് മാറിക്ക്. ഓ ഗൈസ്, ഇടയ്ക്ക് വെച്ചാണെങ്കിൽ ലമ്മച്ചി പോയി ഒറ്റടി. നമുക്ക് ആകെ ഒരു ഡിക്കിയും ഒരു ഡോറും ഉണ്ട്. പിന്നെ ബോണറ്റ് ഇല്ല. എന്ത് ജോക്കറാ ഇത്? കണ്ടിട്ട് മറ്റേ ബ്ലാക്കി അതില്ലേ മറ്റേ ബ്ലാക്കി മൂവി അതിനകത്തുള്ള അവനെ കൂടെ ഉണ്ട്. ചേട്ടാ ഈ വണ്ടി ശരിയാക്കുമോ? എൻ്റെ മോനെ പെട്ടെന്ന് ശരിയാക്കി തരാമല്ലോ. ഒന്നും വേണ്ടല്ലോ. മോനെ ഫ്രാങ്ക്ലിൻ മെയിൻ ക്യാരക്ടർ. നമുക്കൊരു അഭിമാനമാണ്. ആ മാമനെങ്കിലും നമ്മളെ ഒന്ന് മെയിൻ ക്യാരക്ടറെന്ന് വിളിച്ചില്ല ഗേസ്. അയാൾ പറഞ്ഞ് ഇച്ചിരിയുടെ വെയിറ്റ് ചെയ്യും ഗേസ്. നമുക്ക് ലക്ഷറി ഒഴുക്കി തന്നുണ്ട് കേട്ടോ. പോളിഷും ചെയ്തുകൊണ്ട് നമ്മൾ വന്നിട്ട് കൊണ്ട് കളിക്കാൻ വന്ന വണ്ടിയാണ്. അതിനകത്ത് എന്തോ സാധനം കൊണ്ട് ചെയ്യാൻ തീരുമാനമുണ്ടായിരുന്നു. അത് അയാൾ പിടിച്ചും കറക്കിയാൽ ഇവിടെയുള്ള മേസ്ത്രി പിടിച്ചും കറക്കി ആ വണ്ടി പൊട്ടി അവിടെ കിടപ്പുണ്ട്. ഇപ്പോൾ അത് ഡീസ്പോൺ ആയി പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് നേരെ കൊണ്ട് ലെസ്റ്ററിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടുപോകണം. നമ്മൾ വീണ്ടും ഉള്ളതല്ലേ. ശിവായ ദൈവമേ. ഗസ് ഇത് കാണാൻ വീട് വില്ലേജിലാണ്. നേരത്തെ വില്ലേജിലായിരുന്നു താമസിച്ചത്. പിന്നെ ഫ്ലാറ്റിലോട്ട് മാറിയതാണ്. ഗസ് എനിക്ക് ജസ്റ്റ് ഒന്ന് പനിയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് അടയ്ക്കാന്ന് ചുമക്കുന്നത്. നിങ്ങൾക്ക് ഡിസ്റ്റർബൻസ് ആവുന്നെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട. ലെസ്റ്റർ ഈ വണ്ടിയല്ലേടാ ഫ്രാങ്ക്ലിൻ? ഇതല്ല വണ്ടി. നീ ഇതിന് പകരം തരാനുള്ള വണ്ടി എന്ത്? പകരം തരാനുള്ള വണ്ടി അത് വീടിന് ബാക്കിൽ കിടപ്പുണ്ടോടാ. എൻ്റെ പേഴ്സണൽ വണ്ടിയായിരുന്നു. പറഞ്ഞാൽ പറ്റത്തില്ല, എനിക്ക് ആ വണ്ടി വേണം, അല്ലെങ്കിൽ ഇത് ഞാൻ എടുക്കും. ഇപ്പോൾ എടുത്തോ ഗസ്. നമുക്ക് വണ്ടി ഇറക്കിയിടാം ഗസ്. ഗസ് ലുക്ക് നോക്ക്. സീൻ സക്കി ഗസ്. ഇതിൽ നമ്മുടെ അന്ന് ഓറായി പോയ ഗസ്.
ഗൈസ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ലെസ്റ്റർ യൂണിയൻ ലുക്ക് നല്ല രസമുണ്ട് കേട്ടോ. ആടാ ലൈക്ക് ഷെയർ സാപ്പ് ഗൈസ് ബൈ.